യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോട് നടപടിയിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്നാണ് അടങ്ങാം. എന്തായാലും മാർക്കസ് മർഗലോവും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജൻ, അതായത് വിദേശത്തുള്ള ഒരു ഇന്ത്യൻ വംശജനായ താരത്തെ സൈൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊരു ഇന്ത്യൻ സിറ്റിസൺ തന്നെ ആയിരിക്കും. സോ അങ്ങനെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ ഒരു താരത്തിൻ്റെ പേരായിട്ടൊക്കെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന 21 വയസ്സുകാരനായ ഡിഫൻഡർ എന്ന് പറയുന്നുണ്ട്, ചിലവർ ഫോർവേഡ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ AFൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ കിടക്കുന്നത് അതേ ഒരു ഫോർവേഡ് ആണെന്നും ചിലത്തൊക്കെ ഡിഫൻഡർ ആണെന്നും പറയുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് വിവാൻ സ്താർത്തോസ് തിമിനേഷ്, അങ്ങനെ എങ്ങാണ്ട് തന്നെ വിവാൻ എന്ന് നമുക്ക് പറയാം. സോ എന്തായാലും അദ്ദേഹത്തെ സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ട്രയൽസിലൊക്കെ പങ്കെടുത്ത് യുവതാരമാണ്. സോ നമുക്ക് കണ്ടറിയാം എന്താണെന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജേസൺ കമ്മിൻസിനോട് ഒന്ന് വലിയൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഫിഫയുടെ ഒഫീഷ്യൽ പേജിൽ ഇപ്പോൾ ജേസൺ കമ്മിൻസിൻ്റെ ഒരു പിക്ചർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ ടാറ്റുവിൻ്റെ പിക്ചറാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ആ ഒരു കയ്യിൽ ചിരിക്കുന്ന ഒരു ടാറ്റുവിൻ്റെ പിക്ചറാണ്, ജോക്കറിൻ്റെ അകത്ത് തോന്നുന്നു. സോ ആ ഒരു ടൈപ്പ് ഓഫ് പിക്ചറും അദ്ദേഹം ഇങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ഫിഫ ഹാൻഡിലിൽ ഫിഫ തന്നെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. സോ എന്തായാലും ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന താരത്തിൻ്റെ പിക്ചർ ഫിഫ ഒഫീഷ്യൽ ഹാൻഡിലിൽ പങ്കുവെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീസ് പരിശീലകൻ പനഗ്യോട്ടിസ് ഡിലംബ്രിസ് എന്ന് പറയുന്ന ആ ഒരു കോച്ചിൽ നിന്നൊരു റെഡ് കാർഡ് കിട്ടി. സോ ആ ഒരു റെഡ് കാർഡ് കിട്ടിയ സാഹചര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്തോ ഒരു റെഡ് കാർഡൊക്കെ കൊടുക്കുന്നത്. അദ്ദേഹം സംസാരിച്ചതിനോ അദ്ദേഹം മോശമായിട്ട് പറഞ്ഞാണോ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന്, അതിനാണ് ആ ഒരു റെഡ് കാർഡ് കൊടുത്തത്. ബട്ട് അതിന് മുമ്പുള്ളൊരു ഇൻസിഡൻറ്റ് നിങ്ങളൊന്ന് കാണണം. സത്യം പറഞ്ഞാൽ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല, അതിൻ്റെ ഫോട്ടോസും വന്നിട്ടില്ല. അതായത് ഒരു ബോള് ഫുള്ളി ഔട്ടായിട്ടുള്ളൊരു ബോള്, അതായത് നിങ്ങളിപ്പോൾ അവരുടെ അറ്റാക്കാണ്, നോർത്ത് ഈസ്റ്റിൻ്റെ അറ്റാക്കാണ്. അവർ ആ ഒരു അറ്റാക്ക് കൊണ്ടുപോയി നോർത്ത് ഈസ്റ്റിൻ്റെ ആ ഒരു ബോൾ ടച്ച് ലൈൻ്റെ വെളിയിൽ പോകുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ പോകുന്നുണ്ട്. ആ ഒരു ബോൾ വെളിയിൽ പോയിട്ടും അലാദിൻ അജരിക്ക് എടുത്ത് കളിക്കാൻ കൊടുക്കുകയാണ്. ഇത് ഓപ്പോസിറ്റ് ഡിഫൻഡർ ചെയ്യുന്നു, അതായത് പഞ്ചാബ് ഡിഫൻഡർ അവിടെ നിന്നു, ആ ഒരു ബോൾ പുറത്തു പോയെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടും അലാദിൻ അജരി എടുത്ത് കളിച്ചു. സോ എടുത്ത് കളിച്ചപ്പോൾ റഫറി വിസിലൊന്നും ഊതിയില്ല, സ്റ്റിൽ കളിക്കാൻ പറഞ്ഞു. സോ അത് സാംഡേയുടെ കൊടുത്തു, അദ്ദേഹം ജസ്റ്റ് മിസ്സിന് അത് ഗോളാകാതെ പോയി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, അത് ഗോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെളി കംപ്ലീറ്റ് ആയിട്ട് പോയൊരു ബോൾ എടുത്തു വെച്ച് കളിക്കാൻ പറഞ്ഞത് ഇവിടുത്തെ റഫറിങ് ആണെന്നറിയില്ല. അത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന റഫറി അല്ല, സൈഡ് ലൈനിൽ നിൽക്കുന്ന റഫറി ആയിട്ട് നോക്കേണ്ടത്, അദ്ദേഹമായിരുന്നു നിർദ്ദേശം നൽകേണ്ടത്. ബട്ട് അദ്ദേഹം നൽകിയില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും വളരെ മോശം റഫറിങ് എന്ന് തന്നെ പറയുകയാണ് ഈ ഒരു മാച്ചിൽ. സാധാരണ ഞാൻ റഫറിങ്ങിനെ കുറ്റം പറയത്തില്ല, ബട്ട് ഈ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മോശം. ഈ അറിയാതെ ഇവിടെ ഹാൻഡ് ബോളും മറ്റേ സംഭവങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി ഔട്ടായ ഒരു ബോള്, അത് ക്ലിയറായിട്ട് കാണാം അത് ഔട്ടാകുന്നു. ആ ഒരു പ്ലെയർ നിന്നു, അതായത് അലാദിൻ അജാരി വരെ ഇപ്പോൾ ഇതൊക്കെ നിന്നത് പോയെന്ന് വിചാരിച്ചു. എന്നിട്ടും പിന്നെ ബസ്സിലോ ആകത്തോണ്ടാണ് അദ്ദേഹം കളിച്ചത്. സോ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വല്ലാത്തൊരു റഫറിങ്ങും വല്ലാത്തൊരു സംഭവങ്ങളൊക്കെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഉടനെ തന്നെ VAR അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉറപ്പായിട്ടും ISL കൊണ്ടുവന്നിരിക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഡിലംബ്രിസിന് റെഡ് കാർഡ് കിട്ടി, അത് ഇതിന് അർഹനാണോ എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നോർത്ത് ഈസ്റ്റിൻ്റെ കോച്ച്, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. സോ അദ്ദേഹത്തിനും റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാവർക്കും റെഡ് കാർഡ് എന്ന് തന്നെ പറയണം. ഈ ഒരു മാച്ച് വീക്ക് 3 ഏതാണ്ട് 6 മത്സരം കഴിഞ്ഞ് 7 റെഡ് കാർഡ് എങ്ങാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. സോ എന്തായാലും വല്ലാത്തൊരു റെഡ് കാർഡിൻ്റെ കളിയെന്ന് തന്നെ പറയണം.